ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു തആല നിഷേധികളോടുള്ള എല്ലാ കരാറിനെയും അവസാനിപ്പിക്കാനായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയുണ്ടായി. കാരണം മുസ്ലിമീങ്ങളുമായുള്ള കരാർ അവർ ലംഘിക്കുന്നവരായിരുന്നു. ശക്തമായ രീതിയിൽ മുസ്ലിമീങ്ങളോട് കരാർ ചെയ്തതിന് ശേഷം അവർക്കെതിരെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂട്ടുനിൽക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുമായുള്ള എല്ലാ കരാറിനെയും അവസാനിപ്പിക്കാൻ അല്ലാഹു തആല കൽപ്പിക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു തആല അങ്ങനെ അല്ലാഹു കരാർ ഒഴിവാക്കാനുള്ള കൽപ്പിക്കാനുള്ള കാരണം അറിയിക്കുകയാണ്. കൈഫ യകൂനു ലിൽ മുശ്രികീന അഹദുൻ ഇൻദല്ലാഹി വഇൻദ റസൂലിഹി إلا الذين عاهدتم عند المسجد الحرام فما استقاموا لكم فاستقيموا لهم إن الله يحب المتقين. ബഹുദൈവ ആരാധകരോട് അള്ളാഹുവും റസൂലും എങ്ങനെ കരാർ ഉണ്ടാക്കാനാണ്? അവരുമായി കരാർ ഉണ്ടാക്കുന്നതല്ല. എന്നാൽ മസ്ജിദുൽ ഹറമിൻ്റെ അടുക്കൽ വെച്ച് നിങ്ങൾ കരാർ ചെയ്തവരുടെ കാര്യം അങ്ങനെയല്ല. അവർ കരാറിൽ ഉറച്ച് നിൽക്കുന്നതിനോടൊപ്പം നിങ്ങളും ഉറച്ച് നിൽക്കുക. അള്ളാഹു സൂക്ഷ്മതയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. കൈഫ വഇയൽഹറു അലൈക്കും ലാ യർഖുബു ഫീകും ഇല്ലാ വലാ ദിമ്മ يرضونكم بأفواههم وتأبى قلوبهم وأكثرهم فاسقون. അവരുമായി എങ്ങനെ സന്ധിയിലാകാനാണ്? അവർ നിങ്ങളുടെ മേൽ വിജയം വരിച്ചാൽ നിങ്ങളോടുള്ള കുടുംബ ബന്ധത്തെയും കരാറിനെയും പരിഗണിക്കാറില്ല. അവരുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തുകയും അവരുടെ മനസ്സ് നിങ്ങളുമായി സഹകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. അവരിൽ അധികം പേരും അനുസരണയില്ലാത്തവരാണ്. ഇഷ്തറൗ ബിആയാതില്ലാഹി സമനൻ ഖലീലൻ ഫസദ്ദു അൻ സബീലിഹി ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് പകരം കുറഞ്ഞ വില അവർ തിരഞ്ഞെടുത്തു. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ അവർ തടഞ്ഞു. തീർച്ചയായും അവർ ചെയ്തിരുന്നത് മോശം തന്നെയാണ്. ലാ യർഖുബൂന ഫീ മുഅ്മിനിൻ ഇല്ലാ വലാ ദിമ്മ വഉലൈക ഹുമുൽ മുഅ്തദൂൻ. ഒരു വിശ്വാസിയുടെ വിഷയത്തിലും കുടുംബബന്ധവും കരാറും അവർ പരിഗണിക്കുന്നില്ല. അവർ പരിധി ലംഘിച്ചവരാകുന്നു. കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി, മക്ക മുശ്രിക്കീങ്ങളിൽ നിന്നും ചെറിയ വിഭാഗം ആളുകൾ മുസ്ലിമീങ്ങളോടുള്ള കരാറിൽ ലംഘനം കാണിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ടായിരുന്നു. അവരുടെ വിഷയത്തിൽ അവരുടെ കരാർ പൂർത്തിയാക്കാനുള്ള സമയം നൽകാൻ അള്ളാഹു കൽപ്പിക്കുകയും ചെയ്തു. അവർ കരാറ് ഇങ്ങോട്ട് ലംഘിക്കാത്തത് കൊണ്ട് തന്നെ തിരിച്ച് അവരോടൊരു അനീതിയും കാണിക്കാൻ പാടില്ല. അവരോടുള്ള കരാറ് മുസ്ലിമീങ്ങളും പൂർത്തിയാക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയതാണ്. ബനു ലംറ, ബനു മുദ്ലജ് ഇങ്ങനെയുള്ള പല ഗോത്രങ്ങളും, ബനു കിനാന ഇങ്ങനെയുള്ള ഗോത്രങ്ങളെല്ലാം മുസ്ലിമീങ്ങളുമായി കരാറിൽ നല്ല രീതിയിൽ കഴിയുന്നവരായിരുന്നു. അവർ മുസ്ലിമീങ്ങളോട് കരാർ ഉണ്ടാക്കുകയും ആ കരാറിൽ കോട്ടം വരുത്തുന്ന കാര്യങ്ങളോ അതല്ല മുസ്ലിമീങ്ങളെ നശിപ്പിക്കുന്ന മറ്റേതെങ്കിലും സൈന്യത്തിന് പിൻബലം നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള ഗോത്രങ്ങളോട് നല്ല രീതിയിൽ തന്നെ വർത്തിക്കാനും അവരുടെ കരാർ പൂർത്തിയാകുന്നതുവരെ മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നും കരാറിൽ ഒരു കോട്ടവും ഉണ്ടാക്കാൻ പാടില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കി. ആ ഒരു കാര്യമാണ് ഇപ്പോൾ നാം ഓതിയ ആരംഭ ആയത്തിൽ അള്ളാഹു അറിയിക്കുന്നത്. ആരംഭ ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ്, മസ്ജിദുൽ ഹറമിൻ്റെ അടുത്ത് നിന്നും മുസ്ലിമീങ്ങളുടെ കരാർ ചെയ്ത ആളുകൾ, അവർ കരാർ ലംഘിക്കാത്ത ചില ആളുകളാണ്. അവരോട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുസ്ലിമീങ്ങളും കരാറിനെ പൂർത്തിയാക്കുക. അവർ കരാർ പൊളിക്കാത്തത് കൊണ്ട് മുസ്ലിമീങ്ങളും കരാറിനെ പൊളിക്കാൻ പാടില്ല. കാരണം സൂക്ഷ്മത, ഭയഭക്തി എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പന പൂർത്തിയാക്കലാണ്. കരാറിനെ അത്
സത്യനിഷേധികളോടാണെങ്കിൽ പോലും അതിനെ ലംഘിക്കുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹു അനുവദിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അവരോടുള്ള കരാറിനെ നിങ്ങൾ പൂർത്തിയാക്കുക. കാരണം അവരും നിങ്ങളോട് കരാറിനെ പൂർത്തിയാക്കിയവരാണ്. പക്ഷേ ഇത് ചെറിയൊരു വിഭാഗം മാത്രമാണ്. അധിക നിഷേധികളുടെ അവസ്ഥയും ഇവരിൽ നിന്നും നേരെ വിപരീതമാണ്. മുസ്ലിമീങ്ങളുടെ കരാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർ കരാറിനെ ലംഘിക്കുന്നവരും മുസ്ലിമീങ്ങളോട് വഞ്ചന കാണിക്കുന്നവരുമായിരുന്നു. അങ്ങനെയുള്ള വഞ്ചന കാണിക്കുന്ന കരാർ ലംഘിക്കുന്നവരോട് അള്ളാഹും റസൂലും എങ്ങനെ കരാർ ഉണ്ടാക്കാനാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിലൂടെ ചോദിക്കുകയാണ്. രണ്ടാമതും മൂന്നാമതുമെല്ലാം നാം ഓതിയ ആയത്തിലൂടെ അള്ളാഹു തആല ആ നിഷേധികളുടെ അവസ്ഥ ഒന്നുകൂടി വ്യക്തമാക്കി തരുകയാണ്. അഥവാ മുസ്ലിമീങ്ങളോട് ശത്രുതയുള്ള നിഷേധികൾ, കരാറിനെ ലംഘിക്കുന്ന നിഷേധികൾ, അവർ നാവ് കൊണ്ട് നിങ്ങളോട് കരാറിനെ പൂർത്തിയാക്കുമെന്ന് പറയും. അത് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഒരിക്കലും അവർ കരാറിനെ പൂർത്തിയാക്കാനുള്ള ലക്ഷ്യത്തിൽ ജീവിക്കുന്നവരല്ല. അവരുടെ ഹൃദയത്തിൽ അവസരം കിട്ടിയാൽ കരാറിനെ ലംഘിക്കുമെന്നും അവസരം കിട്ടിയാൽ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായുള്ള എല്ലാ കാര്യങ്ങളിലും അവർ മുൻപന്തിയിൽ ഉണ്ടാവുമെന്നും അവരുടെ ഹൃദയങ്ങളിലുണ്ട്. നാവ് കൊണ്ട് മാത്രം നിങ്ങളുടെ ഒരു തൃപ്തി ലഭിക്കാൻ വേണ്ടി അവർ നിങ്ങളോട് കരാറിൽ ഏർപ്പെടുകയാണ്. കരാറിൽ മുസ്ലിമീങ്ങൾ ഒന്നും ചെയ്യുന്നതല്ല, മുസ്ലിമീങ്ങളെ ആരെങ്കിലും ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവർക്കും കൂട്ടുനിൽക്കുന്നതല്ല എന്ന് അവർ നാവ് കൊണ്ട് പറയും. പക്ഷേ ഹൃദയം കൊണ്ട് അവർ ഒരിക്കലും അതിനെ അംഗീകരിക്കാത്തവരും അവസരം കിട്ടിയാൽ മുസ്ലിമീങ്ങളുടെ നാശത്തിനായി പരിശ്രമിക്കുന്നവരുമാണ്. എന്നിട്ട് അള്ളാഹു അവരെ പറ്റി പറയുകയാണ്, മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ അവർ കുടുംബമോ ബന്ധമോ ഒന്നും നോക്കുന്നില്ല. മുസ്ലിമീങ്ങൾക്കെതിരെ അവർക്ക് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗം കിട്ടിയാൽ കുടുംബബന്ധം പരിഗണിക്കാതെ, കൂട്ടുബന്ധം പരിഗണിക്കാതെ, ഒന്നും പരിഗണിക്കാതെ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി അവർ മുന്നോട്ടിറങ്ങും. അവിടെ അവർ കരാറൊന്നും പാലിക്കുന്നവരല്ല. കരാറുണ്ടെങ്കിലും കുടുംബബന്ധമുണ്ടെങ്കിലും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ അവസരം കിട്ടിയാൽ ആ കരാറിനെയും അവർ മറക്കും, ആ ബന്ധത്തെയും അവർ മറക്കും. എന്നിട്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി എല്ലാ മാർഗങ്ങളും തിരഞ്ഞെടുക്കുകയും അള്ളാഹുവിൻ്റെ ദീനിനെ എതിർക്കാനും സത്യമാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയാനും എല്ലാ പരിശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്യും. ഇങ്ങനെ വഞ്ചിക്കുന്ന, മുസ്ലിമീങ്ങളുമായുള്ള കരാറിനെ ലംഘിക്കുന്ന, മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുന്ന ആളുകളാണ് മക്ക മുശ്രിക്കീങ്ങളിൽ അധിക ആളുകളും. മക്ക മുശ്രിക്കീങ്ങൾ കരാറിനെ പൂർത്തിയാക്കുന്നവർ കുറച്ചാണെങ്കിൽ അവരിൽ അധിക ആളുകളും നിഷേധികളിൽപ്പെട്ടവർ മുസ്ലിമീങ്ങളുടെ കരാറിനെ ലംഘിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനും റസൂലിനും അങ്ങനെയുള്ളവരുമായി ഒരു കരാറും പാലിക്കേണ്ട ആവശ്യമില്ല, ഒരു കരാറിലും ഏർപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നീതിയും അതുതന്നെയാണ്. കരാറിൽ ഏർപ്പെടുമ്പോൾ തിരിച്ച് അവരും കരാർ പാലിക്കണം. ഇങ്ങോട്ട് കരാർ പാലിക്കുന്നതല്ല, ഇങ്ങോട്ട് വഞ്ചന കാണിക്കുന്നു, ഇങ്ങോട്ട് എല്ലാ രീതിയിലും നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നു, അങ്ങനെയുള്ളവരുമായി അങ്ങോട്ടും കരാറിൽ കഴിയേണ്ട ആവശ്യമില്ല. മക്ക മുശ്രിക്കീങ്ങളിൽ നിന്നും ഈ ഒരു കാര്യം ധാരാളമായി പ്രകടമാവുകയും ചെയ്തു. ചരിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം പ്രാവശ്യം മക്ക മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങളുമായുള്ള കരാറിനെ പൊളിക്കുന്നവരായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ചുരുങ്ങിയ ആളുകൾ മാത്രമായിരുന്നു നിഷേധികളിൽ മുസ്ലിമീങ്ങളുള്ള കരാറിനെ പൂർത്തിയാക്കിയവർ. അവരുമായി അങ്ങോട്ടും നല്ല രീതിയിൽ നിങ്ങൾ കരാറിനെ പൂർത്തിയാക്കുക. എന്നാൽ മുസ്ലിമീങ്ങളുള്ള കരാറിനെ ലംഘിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി കഴിയുന്നവരോട് തിരിച്ചങ്ങോട്ടും കരാറ് പാലിക്കേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. ഇത്രയും വിശദമായി അള്ളാഹു പറയാനുള്ള കാരണം അള്ളാഹു തആല അറിയിക്കുകയാണ്, ഒരിക്കലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അനീതി കാണിക്കുന്നില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മുസ്ലിമീങ്ങളോ അവരുടെ ഭാഗത്തു നിന്നും ഒരിക്കലും അക്രമത്തെ അഴിച്ചുവിടുകയോ അവരുടെ ഭാഗത്തു നിന്നും കരാറിനെ ലംഘിക്കുകയോ ചെയ്യുന്നില്ല. നേരെ മറിച്ച് അവർ നിഷേധികളുമായി ഏറ്റുമുട്ടാനുള്ള കാരണം, അവർ കരാറിനെ അവസാനിപ്പിക്കാനുള്ള കാരണം നിഷേധികളുടെ ഭാഗത്തു നിന്നുമുള്ള ശക്തമായ കരാർ ലംഘനയും വഞ്ചനയുമാണ്. ആദ്യമായി നിഷേധികൾ തന്നെയാണ് കരാറിനെ ലംഘിക്കുകയും വഞ്ചിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഏറ്റുമുട്ടിയതും കരാറിനെ ഒഴിവാക്കുകയും ചെയ്തതെന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. എന്നിട്ട് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തആല ഇത്രയെല്ലാം വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിലും, ഇത്രയെല്ലാം മുസ്ലിമിനെയും ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിലും അവർ അള്ളാഹുവിൽ നിന്നും നിരാശപ്പെടേണ്ടതില്ല എന്ന കാര്യം അറിയിക്കുകയാണ്. അഥവാ ഈ പാപങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിലും, എത്ര കൊടും വഞ്ചകന്മാരാണെങ്കിലും നിഷ്കളങ്കമായി തൗബ ചെയ്യാൻ തയ്യാറായാൽ, പശ്ചാത്തപിക്കാൻ തയ്യാറായാൽ, അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും ഇസ്ലാമിൽ പ്രവേശിക്കാനും തയ്യാറായാൽ അള്ളാഹു എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് തരുന്നവനും എല്ലാം മാപ്പാക്കി തരുകയും ചെയ്യുമെന്ന ഒരു പ്രതീക്ഷയും നിഷേധികൾക്ക് അള്ളാഹു നൽകുകയാണ്. فَإِن تَابُوا وَأَقَامُوا الصَّلَاةَ وَآتَوُا الزَّكَاةَ فَإِخْوَانُكُمْ فِي الدِّينِ
وَنُفَصِّلُ الْآيَاتِ لِقَوْمٍ يَعْلَمُونَ. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ മതത്തിൽ അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വിവരമുള്ളവർക്ക് നാം വചനങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നു. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷേധികളുടെ മുമ്പിൽ ഒരിക്കലും അള്ളാഹു കവാടത്തെ അടച്ചിട്ടില്ല എന്ന കാര്യം അറിയിച്ചു കൊടുക്കുകയാണ്. അഥവാ ഒരു നിഷേധി മുസ്ലിമീങ്ങളോട് ഇങ്ങനെയെല്ലാം വഞ്ചന കാണിച്ചിട്ടും മുസ്ലിമീങ്ങളെ ഇങ്ങനെയെല്ലാം നശിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടും കുറ്റബോധം തോന്നുകയും സത്യമതം മനസ്സിലാക്കുകയും ചെയ്ത് ഇസ്ലാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ, പശ്ചാത്തപിച്ച് മടങ്ങാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർത്തിയാക്കാനും നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും തയ്യാറായാൽ, അഥവാ മുസ്ലിം ആവാൻ ഉദ്ദേശിച്ചാൽ ഒരിക്കലും ഇസ്ലാമിൽ നിന്നും അവനെ തടയപ്പെടുന്നതല്ല. നേരെ മറിച്ച് എപ്രകാരം ബാക്കി മുസ്ലിമീങ്ങളാണോ അതുപോലെ അവരും മുസ്ലിമീങ്ങളായി തീരുന്നതാണ്. മറ്റു മുസ്ലിമീങ്ങളുടെ സഹോദരന്മാരായി ഇവരും തീരുന്നതാണ്. പണ്ട് ഇവർ ആയിരുന്നല്ലോ, പണ്ട് ഇവർ മുസ്ലിമീങ്ങൾ ആക്രമിച്ചതായിരുന്നല്ലോ, ഇതൊന്നും ചോദ്യമില്ല. അവർ തൗബ ചെയ്യാൻ തയ്യാറായി, ഇസ്ലാമിൽ പ്രവേശിക്കാൻ തയ്യാറായി, അല്ലാഹു തആല അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് അല്ലാഹു തആല നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. എത്ര കൊടും പാപം ചെയ്തിട്ടുണ്ട് എങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങി ഇസ്ലാമിൽ പ്രവേശിക്കുക. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരുന്നതും നിങ്ങളുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു തരുന്നതുമാണെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്. ഈ ഒരു കാര്യം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം നിഷേധികൾ മുസ്ലിമീങ്ങളെ വലിയ രീതിയിൽ ആക്രമിച്ച നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മനസ്സിന് വലിയ വേദനയുണ്ടാക്കിയ വഹ്ശി റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ, അവരെല്ലാം ഇസ്ലാമിൽ വന്നപ്പോൾ അവർക്കെല്ലാം അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും മറ്റു മുസ്ലിമീങ്ങളെ പോലെ തന്നെ അവരെയും മുസ്ലിമായി പരിഗണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന കാര്യവും ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.